ورحمة الله وبركاته. إن الحمد لله رب العالمين، نحمده ونصلي على رسوله الكريم وعلى آله وصحبه أجمعين والذين اتبعهم بإحسان إلى يوم الدين. أما بعد، والفجر وليال عشر والشفع والوتر. الآية. ക്രിസ്തോ സത്യവിശ്വാസിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലിയൊരു തൗഫീഖോട് കൂടി ദിക്ർ ഈ വർഷത്തെ ദുൽഹിജ്ജ തിങ്ങൾക്ക് ഞങ്ങൾ എൻ്റർ ആയത്. അള്ളാഹു ചൂസ് ആക്കിയോ നല്ല ഇഖ്ലാസോട് കൂടിയുള്ള ഹാലത്തിൽ, അള്ളാഹു ഒരു ഇബാദത്ത് എടുത്തുകൊണ്ടുള്ള ഹാലത്തിൽ ഞങ്ങളെ അള്ളാഹു ഇതിക്ക് എത്തുപാട്ടിയാണ്. അത് അള്ളാഹു ഒരു തൗഫീഖ് എത്തിക്കൽ അള്ളാഹു എല്ലാത്തരക്കാണ് മുന്നുള്ള അൽഹംദുലില്ലാ ചൽ അൽഹംദുലില്ലാഹി അലാ നിഅമത്തിൽ ഇസ്ലാം. ദുൽഹിജ്ജ 1 ഒരു പിടിച്ചിട്ട് ഒലിയുമ്പോൾ തോലത്തെ ഈ നാള്, അല്ലെങ്കിൽ ദുൽഹിജ്ജ 1 പിടിച്ചിട്ട് 10 തോലത്തെ ഈ നാള് ഞങ്ങൾക്ക് ജിഹാദിനെ കാണാൻ ശ്രേഷ്ഠമായ നാല് ചൊല്ലുന്ന പല ക്ലാസ്സുകളും കേട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിൽ ഇങ്ങനെ കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്, മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹ്, ഒരു നാളും ഇല്ല അല്ലാഹുവിന്റെ പക്കൽ അല അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ്, അമലു സ്വാലിഹത്ത് അല്ലാഹുക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ നാളുകളെ പോലെ. മിൻ ഹാദിഹിൽ അയ്യാം, ഈ നാളുകളെക്കാണ് നല്ല പിരിസപ്പെട്ട ഒരു അമലൈത്ത് വേറെ ഒരു അമല് അള്ളാഹുടെ പക്കലില്ല. യാനി അയ്യാമുൽ ആഷിർ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ദുൽഹിജ്ജ 1 പിടിച്ച് 10 തോലത്തെ നാളുകൾ എത്തിക്കുന്നു. അപ്പൊ 1 പിടിച്ച് 9 തോലത്തെ നാളുകളിൽ ഞങ്ങൾക്ക് നോമ്പ് കൃത്യമായിട്ട് എടുക്കാം, കണ്ടിന്യൂസ് ചെയ്ത് എടുക്കാം. അത് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അമലും എത്തിക്കരു. 1 പിടിച്ച് 10 തോലു ബാക്കി അമലും ആക്കാവൂ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് ഈ ഒരു താരീഫ് കേട്ടുത്താകുമ്പോൾ, ഇത്ര വലിയൊരു ശ്രേഷ്ഠത്തെ കേട്ടുത്താകുമ്പോൾ അങ്ങ് ചൊന്നറി, യാ റസൂലല്ലാഹ് വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ആക്കരുതും ആ ഒരു കാറ്റഗറിയിൽ ബണ്ടില്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് കൂടാ ആ ഒരു കാറ്റഗറിയിൽ ബണ്ടില്ല. എന്നെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ആക്കരുത് ഈ നാളിലല്ലാത്ത വേറെ നാളിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ 10 നാളിലാക്കിற ഇബാദത്ത് ആ ഒരു കാറ്റഗറിയിൽ വരല. അതിനേക്കാണ് ശ്രേഷ്ഠമായത് എത്തിക്കരു, അതിനേക്കാണ് ഇഷ്ടപ്പെട്ടത് എത്തിക്കരു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാളിന്. മാത്രമാ ഒരു കണ്ടീഷൻ, ഈ നാളുകൾ അല്ലാത്ത ഒരു വേറെ നാളുകളിൽ ജിഹാദ് ആക്കോ പുറത്തായ ഒരാള് എല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി, ആ മനുഷ്യ സ്വതഹ പോയിരോ, വമാലിഹി, ആ മനുഷ്യ സ്വതഹ തന്റെ സമ്പത്തിനെടുത്തോണ്ട് പോയിരോ. അങ്ങനെ പോയപ്പോ ഫലം യർജഅ മിൻ ദാലിക മിൻ ഷൈ, ഇത് ദുൽഹിജ്ജ 1 പിടിച്ച് 10 നാളത്തെ ആ ജിഹാദ് ആയെങ്കിൽ അതിനേക്കാണ് ശ്രേഷ്ഠമായത്. ഇനി അതല്ലാത്ത നാളിൽ ഒരാൾ തന്റെ തടിയിലൊട്ടിടൂ, തന്റെ സമ്പത്തൊട്ടിക്ക് പോയിരും. തടിയും പിറവ് വന്നില്ല, ജീവൻ പിറവ് കിട്ടിയില്ല, സമ്പത്തും പിറവ് കിട്ടിയില്ല. അങ്ങനെ ഓർത്തര ജിഹാദ് ഇതിനൊക്കെയാണ് വലിയ തെറ്റിക്കറ്. അത് ദുൽഹിജ്ജ 1 പിടിച്ച് 10 ആവണിട്ടില്ല, അതല്ലാത്ത നാളും ആവും. ഇത് സുനൻ അബൂദാവൂദിൽ കണ്ടത്. അപ്പൊ ഇടീ വർഷത്തിൽ ഒരു നാളെ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതെത്തിക്കരു ശ്രേഷ്ഠമായ നാളും, ഇടീ വർഷത്തില് ശ്രേഷ്ഠമായ നാളുങ്ങ കേട്ടിട്ടുണ്ടെങ്കിൽ 1 പിടിച്ച് 10 ചോള ദുൽഹിജ്ജ. ശ്രേഷ്ഠമായ ഒരു നാൾ ഏത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് അതേതായിത്തിക്കര് യൗമുൻ നഹർ എത്തിക്കര്. യൗമുൻ നഹർ ബലിയർക്കുന്ന റമദാന്റെ നാളുകളൊക്കെയാണ് ശ്രേഷ്ഠമായ നാളുകൾ എത്തിക്കര് ഈ കണ്ടത്.
എത്ര ആൾമാർ ഈ വിഷയത്തിൽ ഗഫ്ലത്തുള്ളവർ അങ്ക് ഗൊന്തേ ഇല്ലാത്ത പോലെ അങ്ങുള്ള എന്തേ ഇപ്പൊ ഇന്നലെ ഒലിമ്പോ ഇന്നലെ മഗ്രിബിൽ പിന്നെ ഞങ്ങൾ ഈ ദുലീജ ഒന്ന് പ്രവേശിച്ചാൽ പിന്നെ ആൾമാർക്ക് അതിരെ ഒരു മഹത്വ ഗൊന്തില്ലാത്ത പോലെ അങ്ങ് അതിരെ മെയിൻറ്റനെ മനസ്സിലാക്കാത്തത് പോലെ അങ്ങ് എല്ലാ നാളത്തെ പോലെ കണ്ടുകൊണ്ടുള്ളവർ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ബാറ് റിമൈൻഡ് ആക്കുന്നുണ്ട് ഇത് നിങ്ങ റമദാൻറോ പോൽമാന പൈസ വെച്ചിരല്ലേ റമദാനിൽ നിങ്ങൾ പോൽമാന നോമ്പെടുത്തിരല്ലേ അതിലേക്കാണ് ശ്രേഷ്ഠമായ നാളുകൾ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ അതിരെ കതിരാക്കോർദിങ്ങ ചന്തു അപ്പൊ അതേറ്റിക്കര് നമുക്കല്ല നിങ്ങൾക്ക് മനസ്സിലാക്കൂലത് ഒന്നാമത്തെ ഒരു നാൾ കേട്ടേണ്ട ഏത് നാൾ അത് യോമു നഹർ അതിൽ പിന്നത്തെ ശ്രേഷ്ഠത്തെ ഉള്ള നാള് യോമു അറഫ ഈ ഒരു നാള് യോമു നഹർ അതിൽ പിന്നത്തെ കുറഞ്ഞ ശ്രേഷ്ഠമായത് അറഫ നാൾ ആയിത്തിക്കര് നിങ്ങൾക്ക് മനസ്സിലാക്കരുത് അപ്പൊ ഞങ്ങൾക്ക് എന്താക്കണു ഈ നാളുകൾ എന്താക്കണു അത് ഞങ്ങൾ എന്താക്കണം ചെന്നിട്ടെങ്കിൽ ഞങ്ങളെ ദോഷത്തല്ല ബുട്ടുവർത്ത് മാഫാക്കും അല്ലാഹുരൊട്ടിക്ക് ഞങ്ങൾ കേൾക്കണം തൗബ ചെയ്ഞ്ഞ് മടങ്ങണം അതേപോലെ നല്ല നല്ല അമലാക്കൂ ഞങ്ങൾ തയ്യാറാവും കാരണം എന്താ ചെന്നിട്ടെങ്കിൽ ಪ್ರತಿ ಒಂದು ಸ್ವರ್ತರೆ ಪ್ರತಿ ಒಂದು ಅಮಲ್ರು ಅದರಿಗೆಲ್ಲ ಪ್ರತಿಫಲ ಉಂಟು ಅದರ ಸವಾಬ್ ಉಂಡಲ್ಲಿ ചെമ്മ ദുപ്പട്ടൈത്ത് അതിരെ പ്രതിഫല കിട്ടു പോണ്ട് നാളെത്തിക്കരു അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുക എന്തെല്ലാം അമലാക്കുക ചുന്തരത് ഒന്നാമത്തത് ഞങ്ങൾക്ക് ഈ ഒന്നര പിടിച്ച് വലിമണാൽ തോലും എത്ര നോമ്പ് പിടിക്കുക അവരു അത്ര പിടിക്കാം അത് ഒന്നര പിടിച്ച് വലിമണാൽ തോലുണ്ടായെങ്കിലും സമ ഞങ്ങ നോമ്പ് പിടിക്കാം പിന്നെ അറഫ നോമ്പ് ഞങ്ങ ഫദിലത്ത് ഞങ്ങൾ മനസ്സിലാക്കും 2 വർഷത്തെ ചെറിയ തപ്പുകൾ പ്രായശ്ചിത്തം എത്തിക്കരു ഇത് ഹജ്ജിക്ക് പോയ ആൾമാർ അല്ലാണ്ട് ഹജ്ജിക്ക് പോയ ആൾമാർ അല്ലാത്തം എത്തിക്കരു ഈ അറഫ നോമ്പറോ ആ ഒരു ശ്രേഷ്ഠത ഉള്ളത് അറഫത്തില് ഹജ്ജിക്ക് പോയങ്ങ നോമ്പ് പിടിക്കുകയില്ല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അറഫ നോമ്പ് അഭിഷേകം എടുത്താമ്പോ ചെന്നത് യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ കഴിഞ്ഞു പോയ വർഷത്തുക്കുള്ളതും ഇനി പറവുള്ള വർഷത്തുക്കുള്ളതും ആയ ഒരു നോമ്പ് കഫാറത്ത് എത്തിക്കരുത് ചില ആൾമാർ അറഫ നോമ്പ് 2 നോമ്പ് ചൊന്ത പിടിക്കാറ് അങ്ങ ആക്കരുത് തപ്പ എത്തിക്കരുത് അങ്ങ എത്തിക്കരുത് വിദേഹത്താക്കരങ്ങ അറഫ നോമ്പ് ഒന്നേ എത്തിക്കരുത് എന്ത് കൊണ്ടുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയത് പിടിച്ചിട്ട് കാട്ടിരോ അറഫ നോമ്പ് അത് ഒന്ന് മാത്രം എത്തിക്കരുത് അത് ഹാജിമാർക്കല്ലാത്തെങ്കിൽ ഇനി അതല്ല ചില ആൾമാർ ചൊല്ലാറ് എന്താ ചൊന്നിട്ടെങ്കിൽ അറഫ നാളിലെ അറഫത്തുക്ക് അവിടെ ഉള്ള നാളിലെ ഞങ്ങൾ നോമ്പ് പിടിക്കണം അങ്ങനെ കിട്ടാണ്ടാകുമ്പോ ചിലപ്പോ ഞങ്ങൾക്ക് മുന്നോൽ പിടിച്ചിട്ട് ഞങ്ങൾ നോമ്പ് കണ്ടിന്യൂ ആക്കാം പിത്യാനും പിടിക്കാം അപ്പൊ എന്താ ഒരു അറഫത്ത് ഹാജിമാർ അങ്ങ മുസ്ദലിഫത്തേക്ക് പോയിട്ടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പിത്യാണ്ട് അങ്ങ മിനത്തേക്ക് പോയിട്ടിക്കുമ്പോഴത്തേക്കും കൂടാ ഞങ്ങൾക്ക് എന്താക്കാം ഞങ്ങൾക്ക് നോമ്പ് കിട്ടിയ പോലെ എത്തിച്ചുല്ലേ അങ്ങനെ ഒരു എഹ്തിയാത്ത് അങ്ങനെ ഒരു ജാഗ്രത എത്തിക്കല് അങ്ങ് ആക്കിക്കൊണ്ടുള്ളത് അല്ലാമാർ അതൊരു ദീനല്ല ആ ജാഗ്രതയുടെ പേര് ദീനല്ല അത് മനസ്സിലാക്കോ അപ്പൊ അവിടെ ഒരു നാൾ നോമ്പ് പിടിക്കുമല്ലത് അതെങ്ങനെ ഞങ്ങ ദുലീജ 1 ചുന്ത എപ്പ കൗണ്ടാക്കറാം അതെത്തിക്കര് ആ 1 പിടിച്ചത് ഒലിമ്പോ 14 എത്തിക്കര് ഞങ്ങ അറഫ നോമ്പ് പിടിക്കുമല്ലത് ചുന്തല്ലത് അത് റമദാനുക്കും ബാധക റമദാൻ അല്ലാത്ത നോമ്പുക്കും ബാധക അല്ലാമ റമദാൻക്ക് ഞങ്ങൾ രായത്ത് കണക്ക് പിടിക്കുക അറഫത്തുക്ക് മാത്രം ഞങ്ങ ഹജ്ജാജിമാർ എപ്പ അറഫത്തിൽ ഉള്ളവർ അപ്പ പിടിക്കുക ചുന്തല്ലത് അങ്ങനെ എന്തില്ല കാരണം ഇത് ഞങ്ങൾക്ക് മാദത്തുക്ക് ബേസിലെത്തുള്ളതായോ ഇബാദത്ത് എത്തിക്കരുത് അതെത്തിക്കരുത് ഞങ്ങൾ മനസ്സിലാക്കൂലത് അപ്പൊ എല്ലാരും അങ്ങനെ രായത്തില് എപ്പ ദുലീജ ഒലിമ്പാവറും അതെത്തിക്കரு അണ്ടുക്ക് നോമ്പ് പിടിക്കുള്ളത് അറഫ നോമ്പ് പിടിക്കുള്ളത് ചൊന്തല്ലത് എത്തിക്കരു എല്ലാമാര് ഞങ്ങളെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാലഘട്ടത്തിലും ഏതൊരു ദീനിന്ത അതേ ദീന് ഇണ്ടുക്കും ഇനി പണ്ട് കാലഘട്ടത്തിലും അതേ ദീന് അല്ലാമാര് ഞങ്ങൾക്ക് ഗൊന്തൈത്തല്ലേ ഗൊന്തായസ ഞങ്ങൾ പിടിക്കല്ലേ അങ്ങനെ ക്വസ്റ്റ്യൻ കേൾക്കറുണ്ടെങ്കിൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കണം എന്ത് ഗൊന്താവണക്ക് വേണ്ടി ആലവിടണം എന്ത് ഗൊന്താവാൻ വേണ്ടി ആലവിട്ടിട്ടില്ല എന്ത് ഇല്ല സഹാബിമാർ വേറൊരായത്തുള്ള അറഫ എവിടെ മക്കത്ത് അറഫ എന്താക്കിക്കൊണ്ടുള്ള ചൊന്ത് കേൾക്കുക ആലവിട്ടിട്ടില്ല എന്ത് എന്തേ അണ്ടും ഒരാൾ പോയിട്ട് ചൊന്ത് പോയിട്ട് വരല്ലേ
തീരുമാനാക്കിയത് അങ്ങ് കരിപാട്ടല്ലേ അതല്ല. അപ്പൊ അതുകൊണ്ടു ഈ വിഷയത്തില് ഞങ്ങളെ രായത്തില് ഏതൊരു നാള് ഒലിമ്പോ ചൊന്തു തീരുമാനാക്കിരണ അതേ തിക്കറ് ചൊന്തലത് അല്ലാമാറ് അവിടെ നോക്കൊടുക്കില്ലതായോ ഒരു പടിപ്പാട്ടല് ഞങ്ങൾക്ക് പടിപ്പാട്ടൽ ആയിട്ടില്ല ചൊന്തു ಇನ್ನೊಂದರ ಚೊಂದ ತಕ್ಬೀರ್ ചിലാൽമാർ കാത്തുള്ളത് ദുലിജ ഒലിമ്പൊക്കെ എത്തിക്കരുത് തക്ബീർ ചൊല്ലും യഥാർത്ഥത്തിൽ അങ്ക് തക്ബീർ ചൊന്നത് ശുരുവായത് കുന്തിക്കലങ്ക് അപ്പൊ തക്ബീർ മഹത്വത്തെ എത്തിക്കರು ನಂಗೆ മനസ്സിലാക്കൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ಅಂದ್ರೆ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ് മാ മിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ പക്കൽ അത്യന്ത മഹത്വമുള്ളതായ നാല് വേറില്ല വല അഹബ്ബു ഇലൈഹി അതേപോലെ അത്യന്ത പിരിസപ്പെട്ടതായ നാളും വേറെ ഇല്ല അൽ അമലു ഫിഹിന്ന അള്ളാഹുക്ക് പിരിസപ്പെട്ട് അമലാക്കൂ മഹത്തരമായോ അമലാക്കൂ ഈ നാളുകളെ പോലെ വേറെ ഇല്ല മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഈ 10 നാൾ പോലെ ഫഅക്തിറു ഫിഹിന്ന മിന തഹ്ലീൽ അപ്പൊ നിങ്ങൾ എന്താക്കൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാറാക്കൂ അപ്പൊ എപ്പ ഇന്നലെ മഗ്രിബിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളെ കൂട്ടത്തെ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മഗ്രിബിൽ പിന്നെ തഹ്ലീൽ സ്റ്റാർട്ട് ആയിരുന്നു ഫഅക്തിറു ഫിഹിന്ന തക്ബീർ ഇന്നലെ മഗ്രിബിൽ പിന്നെ തക്ബീർ സ്റ്റാർട്ട് ആയിരുന്നു വത്തഹ്മീദ് അതേ ഇന്നലെ മഗ്രിബിൽ പിന്നെ നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഈ ഒരു ഇതിലെന്തേ ಬಂತು തക്ബീർ ಬಂತು തഹ്ലീൽ ಬಂತು തഹ്മീദ് ಬಂತು എല്ലാം ഇതിൽ അടങ്ങിയിട്ട് അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ തക്ബീർ ചൊല്றது തഹ്ലീൽ ചൊല്ற ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ ഒരു സിഫത്ത് ചെന്നിട്ട് ഈ ഒരു തർത്തീബ് ഈ ഒരു രൂപത്തിൽ ഞങ്ങൾക്ക് ചെല്ലാം അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇത് വേറെയും ചെല്ലാം ഇങ്ങനെയും ചൊല്ലാം അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വസീല ചൊന്തും അതിരൊട്ടിക്ക് ചെല്ല ചൊന്തലതെ തിക്കറ് ഞാൻ മനസ്സിലാക്കൊല്ലത് അപ്പൊ തക്ബീർ കാത്തോണ്ടിക്കറ് മനുഷ്യന്മാർ തക്ബീർ എപ്പോ സ്റ്റാർട്ട് അവർ മനസ്സിലാക്കാത്ത മനുഷ്യന്മാർ അങ്ങ ദീന് പഠിക്കോ തയ്യാറാവത്തതിരെ കാരണം എത്തിക്കറ് ഇങ്ങനെ സംഭവിക്കരുത് പിന്നെ അങ്ങ അബ്ദുല്ലാഹിബിൻ ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇങ്ങ ഈ തക്ബീർ നെൻപാക്കു വേണ്ടിട്ട് മാർക്കറ്റ് ചുറ്റി പോയിന്നറിവ് മാർക്കറ്റ് സാധാരണ പണിന്ന് ആൾമാർ കച്ചവടാക്കൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ആക്കൂ അല്ലേ ഇങ്ങ കച്ചവടാക്കിയോണ്ടല്ലോ എങ്ങനെ അള്ളാഹു ദീനര വിഷ പടിപ്പാട്ടി തെത്തിക്കര് എന്താക്കറോ കച്ചവടാക്കിയോണ്ടുള്ളത് സുബ്ഹാനല്ലാഹ് അതേ തിക്കര് ആൽമാര് ഓരോ നാളത്തോ ഫായ്ദ എടുക്കുന്നത് പിന്നെ തക്ബീറിൽ രണ്ട് ടൈപ്പ് ഉണ്ട് മുത്തലഖായ തക്ബീറും മുഖയ്യദായ തക്ബീറും അപ്പൊ മുത്തലഖായ തക്ബീർ ചൊല്ലുന്നുണ്ടെങ്കിൽ അത് എപ്പ വേണേലും ചൊല്ലും എപ്പ വേണേ അത് സുന്നത്തെത്തിക്കും അത് സുബൈക്ക് ചൊല്ലറു അസർക്ക് ചൊല്ലറു നിസ്കാരத்துக்கு മുന്നോൽ ചൊല്ലറു നിസ്കാരത്തെ പിന്നെ ചൊല്ലറു ഏത് സന്ദർഭത്തിൽ വേണേ നിങ്ങൾ ചൊല്ലറു അത് മുത്തലഖായ നിശ്ശർത്തമായിട്ടുള്ള ഷർത്തില്ലാത്ത രൂപത്തിലുള്ള ഒരു തക്ബീർ എത്തിക്കും മുഖയ്യദായ ചൊല്ലുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ പിന്നത്തോ ടൈമിലു ചൊല്ലതായോ 5 വക്ത നിസ്കാരത്തെ പിന്നെ ചൊല്ലതായോ ഒരു തക്ബീർ എത്തിക്കും അപ്പൊ തക്ബീർ എന്തിരിച്ചു മുത്തലഖായ തക്ബീർ ഞങ്ങ എപ്പം ചൊല്ലാം അതായത് അഷർ ദിൽഹിജ്ജത്തിനും ചൊല്ലാം അയ്യാം തശ്രീഖിനും ചൊല്ലാം അത് എപ്പോ ചെന്നെ ദുൽഹിജ്ജ ഇന്നലെ സ്റ്റാർട്ട് ആയിട്ട് ഇന്നലെ സൂര്യാസ്തമായിട്ട് മഗ്രിബ് സ്റ്റാർട്ട് ആയതോട് കൊടുത്തു പിന്നെ പിന്നെ എവിടെ ചെന്നെ അയ്യാം തശ്രീഖില് മഗ്രിബ് തോൽ അത് അയ്യാം തശ്രീഖിൽ ലാസ്റ്റ് 13ാമത്തെ നാലോ മഗ്രിബ് തോൽ ചൊല്ലകെത്തിക്കര് അപ്പൊ ഞങ്ങൾ മനസ്സിലാക്ക ആ ഒരു തക്ബീർ അതെന്താ എത്തിക്കര് മുത്തലഖായ തക്ബീർ എത്തിക്കര് പിന്നെ മുഖയ്യദായ തക്ബീർ ചെന്നിട്ടെങ്കിൽ അറഫ തന്റെ ഫജറിൽ പിന്നെ സ്റ്റാർട്ട് ആവറോ അത് അയ്യാമത്തെ ശരീഖറോ 13ാമത്തെ നാളത്തോ ആ മഗ്രിബ് തോൽത്തോ ടൈമിൽ തോൽ ഞങ്ങൾക്ക് ചെല്ലാം അതില് ഞങ്ങൾ എന്താക്കാം നിസ്കാര സലാം വീട്ടിയ പോലെമേ മുഖയ്യദായ തക്ബീർ ചെല്ലാം ഒരാൾ സലാം വീട്ടിയ പോലെമേ അസ്തഗ്ഫിറുല്ലാഹ് ചൊന്നാൽ പിന്നെ اللهم أنت السلام ومنك السلام تبارك يا ذا الجلال والإكرام ചൊന്നാൽ പിന്നെ الله أكبر لا إله إلا الله أكبر ولله الحمد അപ്പൊ അതില് നിങ്ങൾ ഒരു വട്ടം ചെല്ലാം നിങ്ങൾക്ക് 3 വട്ടം ചെല്ലാം 5 വട്ടം ചെല്ലാം 3 വട്ടത്തിൽ മാത്രം ഫിക്സ് ആക്കൂ നിങ്ങൾക്ക് പടിപാട്ട് തിന്നാൻ
അതായത് ഇത് പിന്നെ ആരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിക്ക് പോവാത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിക്ക് ഈ മുഖയ്യിദായിട്ടുള്ളതായും തക്ബീറിന്റെ വിശേഷമുള്ളത്. മൂന്നാമത്തത് നിങ്ങൾക്ക് ഉംറ ഹജ്ജാക്കുന്നതായും നല്ലതായ ഒരു സന്ദർഭത്തേക്ക് ആരല്ല ഹജ്ജിക്ക് പോയിരാറ് അങ്ക് ഉംറാക്കുള്ള അവകാശമുണ്ട്, അങ്ക് ഹജ്ജാക്കുള്ള അവകാശമുണ്ട്. ഇബാദത്തെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതായോ ഇതുപോലത്തെ ഒരു വേറെ നാളിങ്ങില്ല. വേറെ നാളില്ല ചെന്നിട്ടെങ്കിൽ ഹജ്ജും ഉംറയും ഒരുമിച്ച് കൂട്ടുക ഒരു വേറെ ഒരു നാളില്ല. വേറെ നാളിലെല്ലാം നിങ്ങൾക്ക് സക്കാത്ത് പറ, പിന്നെ ഉംറ പറ, വേറെ നാളിൽ നിങ്ങൾക്ക് നോമ്പ് പറ, നിസ്കാര പറ, തക്ബീർ തഹ്ലീൽ തഹ്മീദ് പറ, എല്ലാം പറ. ബട്ട് ഹജ്ജ് പണ്ടത് ഈ ഒരു നാളുകൾ മാത്രം എത്തിക്കരുത്. അതുകൊണ്ട് തെറ്റിക്കരുത് ഈ നാൾക്ക് അള്ളാഹു കൊടുത്തതായോ അത്ര ഒരു അതുക്കുള്ളതായോ മഹത്വം കൊടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് ഇനിയുള്ളത് കുർബാനി ആക്കുള്ളൂ. യോമു നഹർ രണ്ട് 10ാമത്തെ നാൾ രണ്ട് കുർബാനി, അതായത് ഞങ്ങൾ എന്താക്കുക ആർക്കോ ഉദുഹത്ത് കൊടുക്കുക. ഇത് വലിയൊരു മഹത്വമായ ഇബാദത്തെ എത്തിക്കരുത്. ഇതില് മെയിൻ ബേനായത് ഞങ്ങൾക്ക് കാസർഗാണ് മുഖ്യമായ ബേനത് ഇഖ്ലാസ് എത്തിക്കും. ആൽമാർക്ക് ഇഖ്ലാസ് നഷ്ടപ്പെട്ട ഒരു വിഷയത്തിക്ക് ഇവിടെ സാധാരണ ಕರೆ ಆಲ್ಮಾರಲ್ಲ ಹಂಗಲ್ಲ ಕೊರಿಯಲ್ಲ ಮಿರ್ಗತ್ತಲ್ಲ ಕುಮಂತ್ ನಾನು ಇತ್ತರ ಮಿರ್ಗತ್ತು ಕೊಡ್ತೆ ಕಲ್ഞ്ഞ ವರ್ಷ ಇತ್ರ ಕೊಡ್ತುಂದೆ ಈ ಬಟ್ಟ 10 ಯಾರಮೆ ചുത്തര നിലക്ക് ഈ പൽക്കവർറങ്ങും ആക്രങ്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് താങ്കളെ സമ്പത്തല്ല നഷ്ടപ്പെട്ടത് താങ്കൾ ഇഖ്ലാസ് എത്തിക്കും. അപ്പൊ ഇഖ്ലാസ് ഇല്ലാത്തൊരു അമല് ಅದಕ್ಕೆ യാതൊരു ബലയില്ലാണ്ടാവും ഇസ്ലാമിൽ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കൊസിയാക്കു വേണ്ടിയിട്ട് സ്വറാക്കു ഉള്ളത് മനുഷ്യന്മാരെ കൊസിയാക്കും, മനുഷ്യന്മാരെ അപ്രിഷിയേഷൻ കിട്ടോക്ക് വേണ്ടിയിട്ട് അവൻ പ്രയത്നിച്ചതായോ അതിൽ ഷിർക്കിൽ പോയിട്ട് ബോലൊക്കുള്ളതായോ സാധ്യത ഉണ്ടോ? ഇസ്ലാമരോ ഏതെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇസ്ലാമർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി തിന്നെ ഒരു കൊടി കണ്ട സത്ത് മനുഷ്യന്മാർ വിചാരിക്കുന്നത് ഇത് നിലത്തേക്ക് പോലണ്ട അല്ലെ? അല്ലെങ്കിൽ ഇസ്ലാം ഒരു പള്ളിയുടെ മസ്ജിദിന്റെ ഫോട്ടോ ഇന്നിട്ടെങ്കിൽ അത് നിലത്തേക്ക് പോലണ്ട. അല്ലെണ്ടെങ്കിൽ ഒരു ഖുർആന്റെ ആയത്ത് കണ്ടിട്ടെങ്കിൽ അത് നിലത്തേക്ക് പോലണ്ട. ആൾമാർ ಅದಕ್ಕೆ റെസ്പെക്ട് കൊടുക്കുന്നത് എങ്കിലാ ഈ ഒരു കുർബാനി ചൊല്ലുന്നത് അത് ശആഇറിൽ പെട്ടതെത്തിക്കര്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പോലെ വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുറോ ശിആറോ ഇഹ്തിമാമാക്കറാണ്, അതിന് തഅലീമാക്കറാണ്, അതിന് ഇഹ്തിറാമാക്കറാണ്, ಅದಕ್ಕೆ റെസ്പെക്ട് കൊടുക്കറാണ്, അവന്റെ കൽബിറ തഖ്വത്തെ ഒരു ഭാഗം എത്തിക്കരുത്, അവന്റെ തഖ്വത്തെ നിശാനി എത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കാം ഇത് ഈ കൊടുക്കുന്നതായോ ഈ കുർബാനി അത് ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് പാർട്ടിസിപ്പേറ്റ് ആക്കിയതാവട്ടു അല്ല ഞങ്ങൾ പരോക്ഷമായിട്ട് കൊടുപ്പാട്ടിയതാവട്ടു ഏതായെങ്കിലും സമ അല്ല നല്ലിൽ നിന്ന് ഇത് സ്വീകരിക്കണം ചുന്തലതെത്തിക്കര്. അവന്റെ മെയിൻ ടാർഗറ്റ് അള്ളാഹു ഇതിൽ കൊസിയാവട്ടു ചുന്തലതെത്തിക്കര് അവനക്ക് മെയിൻ ഉദ്ദേശ ആയിട്ടിക്കൊള്ളത്. അതിനെ ಬಿಟ್ಟು ಅವನು ಬೇರೆಲ್ಲ ಉದ್ದೇಶത്തിൽ പോയാണ്ടെങ്കിൽ ഷോ ഓഫ്ക്ക് വേണ്ടിട്ട് പോയാണ്ടെങ്കിൽ അല്ലെണ്ടെങ്കിൽ ആൽമാറ് എന്തിനു വിചാരിക്കോറ് നാ കൊടുത്തില്ലെണ്ടെങ്കിൽ എന്നുള്ള നിലക്ക് ആൽമാറ് വിചാരിച്ചതെത്തിക്കർ കൊടുക്കലുണ്ടെങ്കിൽ അവനെന്താക്കിയ അള്ളാഹു കൊടുക്കില്ല. അള്ളാഹു ചെന്നതായോ ആ താളീമുണ്ടല്ലേ, ആ അള്ളാഹു കൊടുക്കു ചെന്നതായോ ഷിആറൊട്ടിക്കുള്ള താളീമു ആ ഒരു അള്ളാഹുടെ ലാഞ്ചന തൊട്ടിക്കുള്ളതായോ ആ ആദരവ് നഷ്ടപ്പെട്ടവന്റെ കൂട്ടത്തിൽ എത്തിക്കറ ചൊന്തലത് എത്തിക്കറ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ബെനത്തര തന്നറ അള്ളാഹുടെ മാർഗത്തിൽ കൊടുക്കൂ. നിങ്ങൾ ഈ കയ്യിൽ ഇത്ര ഇല്ല എന്നെങ്കിൽ ഞങ്ങൾക്ക് 365 നാളിൽ റബ്ബ് സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ഞങ്ങളൊട്ടിക്ക് കേട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അത് സക്കാത്ത് എല്ലാം മാറി പിന്നെ ഞങ്ങളൊട്ടിക്ക് അള്ളാഹു കേട്ടോ ദാ ഈ ഒരു നാളില് നീ നക്ക് വേണ്ടിയിട്ട് നിന്റെ പിരിസത്തുക്ക് വേണ്ടിയിട്ട് നീ കൊടുക്കണു ചൊന്തലത് ചൊന്തിന്നെങ്കിൽ ഞങ്ങളെ ഉൽഗത്തിൽ തഖ്വ ഉള്ളതായോ ആ ഒരു രൂപത്തിൽ ഞങ്ങൾ കൊടുക്കണു. അല്ലാമാര് അത് എങ്ങനെ മാവൊന്ന് കൊടുത്തു വീഴട്ടെ എന്ന രൂപത്തിൽ പോയിട്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടത് ഇഖ്ലാസ് നഷ്ടപ്പെട്ടത് അവിടെ ശിർക്കുള്ള സാധ്യത ഉണ്ടു. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ ചൊന്നോ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. ലൻ യനാലല്ലാഹ അല്ലാഹ് എത്തകു പോണ്ടില്ല ലുഹൂമുഹ നിങ്ങൾ അർത്ഥ ബലി കൊടുത്തതിരെ ഇറച്ചിങ്ങ പോണ്ടില്ല, വലാ ദിമാഉഹാ ಅದರ ചോര പോണ്ടില്ല. പണ്ടത്തെ ആൽമാരെല്ലാം അങ്ങ് വിചാരിച്ചു വന്നാറ്, കുറെ ആൽമാരെല്ലാം വിചാരിച്ചു വന്നാറ് ഇത് ഈ ദേവർക്കുള്ളത് ആ ദേവർക്കുള്ളത് ഇത് അങ്ങനെയുള്ള അള്ളാഹുരെ കൊസിയ അങ്ങനെ വിചാരിച്ചങ്ങ് എത്ര ആളാണ്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് എന്തില്ല അത് എത്തൊക്കെ പോണ്ടില്ല, അത് എത്തൊക്കെ പോണ്ടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെന്നു
ലയ്യനാലല്ലാഹ ലുഹൂമുഹ, അള്ളാഹ്ക്ക് നീ അതിൽ ഇറച്ചിക്ക് എത്തോ പോണ്ടില്ല, അള്ളാഹ്ക്ക് അതിൽ ഇറച്ചി പോണ്ടില്ല. ഒല ദിമാഉഹ, ചില ആൾമാരെന്ന് ചോര കാട്ട ചൊല്ലുന്നത്, അങ്ങനെ മാബൂദരോ കൊസിയാക്കോ വേണ്ടിയിട്ട് ചോര കാട്ടുന്നത്. ആ ചില പ്രതിഷ്ഠ ഉണ്ട്, ആ പ്രതിഷ്ഠയ്ക്ക് ചോര കാട്ടിത്തേ ഉണ്ട്. അപ്പൊ മാത്രമേ അങ്ങ് വിചാരിച്ചോണ്ടിരുന്നേ അത് നമുക്ക് കൊസിയത്ത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ചൊല്ലുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനല്ല. അള്ളാഹ്ക്ക് ചോര വേണ്ട, ഇറച്ചും വേണ്ട. വലാകിൻ യനാലു തഖ്വ മിൻകും, നിങ്ങളെ കൽബിൽ ഒരു പ്രവൃത്തി വേണമായി അള്ളാഹ്ക്ക്. തഖ്വ മിൻകും, നിങ്ങളെ ഉൾഗത്തിൽ കൽബ് ക്ലിയർ ഉണ്ട്. അതുകൊണ്ട് നിന്റെ കൽബ് കറക്റ്റ് ഉണ്ട്. അള്ളാഹു നോക്കിയാ ചൊന്ത് നിങ്ങൾക്ക് മുണ്ട് തെക്കാവറ, നിങ്ങൾ ഇത് ആക്ഷൻ ആക്കി കാട്ടണ്ടേ. ആക്ഷൻ ആക്കി കാട്ടണ്ടേ എങ്കിൽ മാത്രമേ നിങ്ങളെ കൽബ് പ്യൂർ ഉണ്ട് ചൊന്ത് മനസ്സിലാക്കാം. നിങ്ങൾ ആക്ഷൻ ആക്കി കാട്ടാണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ, ನನ್ನ ಕಲ್ಬ್ ಸಂಬಂಧ ಚೊಂದು ವಿಚಾರ ಮೀಯಾವಿಲ್ಲ. ಕಲ್ಬ್ ಮಟ್ಟಿಗೆ ಆಕ್ಷനും വേണം ചൊല്ലുന്നത്. ഈ ഒരു ആയത്തിൽ പിടിയാവും. എങ്ങനെ അള്ളാഹ്ക്ക് അതിൽ ഇറച്ചിയെത്തില്ല, അതിലെ ചോരയെത്തില്ല. അള്ളാഹ്ക്ക് എത്തുന്നത് നിങ്ങളെ കൽബറോ തക്വൈത്തിക്കര് ചൊന്തു. കദാലിക സഖറഹ ലക്കും, അള്ളാഹു ಅದಕ್ಕೆ വേണ്ടി തിക്കര് നിങ്ങളോ ഈ മിർഗത്തോ നിങ്ങളെ മുന്നോട്ട് സറണ്ടർ ആക്കി തന്നരും. ലിതകബ്ബിറുല്ലാഹ, നിങ്ങ അറക്കുമ്പോൾ അള്ളാഹു തക്ബീർ ചൊല്ലണം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊന്ത് നിങ്ങൾ അറക്കണം. അലാമ ഹദാക്കും, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേർമാർഗത്തിൽ വന്ന നിങ്ങളെ നേർമാർഗത്തിൽ ഹിദായത്തിൽ നിലനിപ്പാട്ടിയ ചൊന്തുല ദൈത്തിക്കര് നിങ്ങൾ തക്ബീർ ചൊല്ലകൊള്ളത്. ആ അള്ളാഹു അക്ബർ അറക്കുമ്പോൾ എത്ര കാഫിർ മനുഷ്യന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയിട്ടില്ല. നന്റെ നേർമാർഗത്തിൽ ഇപ്പാട്ടിയ ചൊന്തു അള്ളാഹുവിന്റെ പേരിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊന്തു അറക്കണു. ഹാദാ മിൻക മിന്നി വലക, അള്ളാഹു ഇത് നണ്ടിൽ നിന്ന് നിക്കൈത്തുള്ളത്. ഫതഖബ്ബൽ മിന്നി, അള്ളാഹു ഇത് നണ്ടിൽ നിന്ന് നീ സ്വീകരിക്കുക. ഇല്ല ഞങ്ങളെ കുടുംബത്തെ കൂട്ടുണ്ടെങ്കിൽ ഫതഖബ്ബൽ മിന്ന, ഞങ്ങളെ നിന്ന് നീ സ്വീകരിക്കുക ചൊന്തു ചൊല്ലതെത്തിക്കരുത്. വബശിരിൽ മുഹ്സിനീൻ, ഈ ഒരു നിലപാട് സ്വീകരിച്ചോ ആൽമാറ്, അങ്ങനെ തഖ്വ അങ്ങ് സ്വീകരിച്ചാറ്, അങ്ങനെ കൽബ് ക്ലീൻ ഉണ്ട്, ഇഖ്ലാസോട് കൂടി തങ്ങ് പ്രവർത്തിച്ചാറ്. അള്ളാഹു ചൊല്ലോ അങ്ങനെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പേരെത്തിക്കര് മുഹ്സിനീൻ, എഹ്സാനുള്ള ആൽമാറ് അങ്ക് ഗുഡ് ന്യൂസ് കൊടു ചൊന്തുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലെ 37ാമത്തെ ആയത്തിൽ വബശിരിൽ മുഹ്സിനീൻ, ഈ ഒരു നല്ല നിലക്ക് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിച്ച പേര് മുഹ്സിനീൻ ആയിത്തിക്കര്. മനസ്സിലാക്കി. അപ്പൊ ഏത് സ്വലാക്കുമ്പത്തും അള്ളാഹു തൃപ്തി മാത്രമേ മുന്നൽ കാണൂ. അള്ളാഹ് ചൊന്നതിരെ ഫസല്ലി റബ്ബിക വൻഹർ, സൂറത്തുൽ കൗസർ ആയത്. നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിസ്കരി, നിന്റെ അള്ളാഹുക്ക് വേണ്ടി നിസ്കരി. വൻഹർ, നീ അള്ളാഹുക്ക് വേണ്ടി തർക്കണു. ഫസല്ലി റബ്ബിക വൻഹർ ലി റബ്ബിക അർത്ഥ. ഫസല്ലി ലി റബ്ബിക, നിന്റെ റബ്ബിക്ക് വേണ്ടി നിസ്കരിക്കണം. വൻഹർ ലി റബ്ബിക, നിന്റെ റബ്ബിക്ക് വേണ്ടി നീ ബലിയർക്കണം. ഈ നിസ്കാരം ബലിയർക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൂടെ മെൻഷനാക്കിയോ. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു, അഫ്ദലുൽ ഇബാദത്തുൽ മാലിയ, നിങ്ങൾ സമ്പത്തിലെ ഇബാദത്ത് എടുക്കോ പത്തായി തിന്നണ്ടേ, സമ്പത്ര മുഖത്ര എടുക്കുക വിചാരിച്ച് തിന്നന്റെ ഇബാദത്ത് എടുക്കുക വിചാരിച്ചു, അത് ശ്രേഷ്ഠമാതി എന്താ വെച്ചു അത്തഖർറുബു ഇലല്ലാഹി ബിന്നഹർ, ബലിദ്ഗാന കൊടുത്തുത്തു അള്ളാഹുറെ സാമീപ്യ ഹാസിലാക്കൃതിക്കര്. ബലി കൊടുത്തുത്തു അള്ളാഹുര മാർഗത്തിൽ നിങ്ങൾ എന്താക്കണു, കുർബാനി കൊടുത്തു തെറ്റിക്കര്. നിങ്ങളെ സമ്പത്ര മുഖാന്തര അള്ളാഹുര മുട്ടാവക്കൊല്ല നോക്കുകൊല്ലത്. ഇബാദത്തുൽ ബദനിയ, ഇനി തടി കൊണ്ടുള്ളതായ ഇബാദത്തിൽ ശ്രേഷ്ഠമായത് അസ്സലാ, അത് നിസ്കാരത്തിക്കര്. വലിഹാദ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജമഅ അല്ലാഹു ബൈനഹുമ, ഈ നിസ്കാരത്തും അതേപോലെ ബലി കൊടുക്കുന്നതും ഒട്ടുക ചൊന്നു. ഫസല്ലി ലി റബ്ബിക വൻഹർ ചൊന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നതിക്കര്. അതേപോലെ ഇഖ്ലാസ് തപ്പാണ്ടിക്കോകൂ. ഞങ്ങൾ സാധാരണ ഈ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ കൈകെട്ടി സദ്ദ ചൊല്ലോ, വജ്ജഹതു വജ്ഹി ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അല്ലേ, സരി. ഇതായി ചൊല്ലറ്. ചില ആൾമാർ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക വസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക ചൊല്ലറ്. ചില ആൾമാർ അല്ലാഹുമ്മ ബഈദ് ബൈനി വബൈന ഖതായായ ചൊല്ലുന്നില്ല. ആ ഒരു ദുആ ചൊല്ലറ്. ഏതായാലും ഈ ചൊല്ലറങ്ങ ഒട്ടു ചൊല്ലാത്തങ്ങ ഒട്ടു ഇത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹു ആദേശിക്കരു സൂറത്തുൽ അൻആമിലും അള്ളാഹു ചെന്നെന്തരെ എന്തരെ കൊൽ നീ ചെല്ലണം, നിന്റെ ബായില് നീ ചെല്ലണം, നിന്റെ മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലണം. ഇന്ന സ്വലാത്തി നിന്റെ നിസ്കാര ಎಲ್ಲ വനുസുക്കി നിന്റെ ആചാര വിചാര അനുഷ്ഠാന വിധിവിധാന അല്ലെങ്കിൽ ബലി കൊടുക്കലും ಅಂತതിൽ വമഹ്യായ നിന്റെ ജീവന പൂർത്തി വമമാതി നിന്റെ മരിപ്പും കൂടി ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു റബ്ബുൽ ആലമീനായ അല്ലാഹു കൈത്തിക്കര് എന്തരെ ലാ ശരീക ല അല്ലാഹുക്ക് ഒരു അധികാരമില്ല വബിദാലിക ഉമിർതു നന്റൊട്ടിക്ക് അല്ലാഹു അത് കൈത്തിക്കര് കൽപ്പിച്ചരോ ആദേശിച്ചരോ വഅന അവ്വലുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ ഒന്നാമത്തെ ആളായിത്തിക്കരെന്നാണ് ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നിട്ടെ നാங்க ചൊല്ലി വഅന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ എത്തിക്കരേ ചൊല്ലും. അപ്പൊ ഞങ്ങ ഈ ഒരു ഇബാദത്ത് ഏത് ബലി കൊടുക്കുന്നതായ ഇബാദത്ത് അത് നിങ്ങളെ സമ്പത്ത് കൊണ്ടുള്ളതായി ഇബാദത്ത് എത്തിക്കര്. ചിലപ്പോ നിങ്ങൾക്ക് സമ്പത്ത് മാത്രമല്ല അതൊട്ടിക്ക് ബദനിയായിട്ടുള്ള ഇബാദത്തും വേണ്ടേണ്. സ്വന്തം നിങ്ങൾ അർത്ഥ ഞങ്ങ അതിൽ ಬೇರೆ ಬೇರೆ ಹಾಕ್ಪಾಟ್ಯ അതിൽ പോകുമ്പോഴത്തെ എത്തുപാട്യ അതിൽ ചെറിയ ഭംഗ വന്നണങ്ങ ഉച്ചത്തോട് നിങ്ങൾ പെരുന്നാൾ അവിടെ പോയിട്ട് പെരുന്നാളുണ്ടാക്കുന്ന വിഷയമൊന്നും പെരുന്നാളുണ്ടാക്കുന്ന ഉച്ചത്തോളത്തെ ഇബാദത്ത് പിന്നെ എന്തെടുത്ത് അതിലേ പോയിട്ട് ടൈം. അപ്പൊ അങ്ങനെ ബദനിയായിട്ടുള്ള ഇബാദത്തും ഉണ്ട്. അതൊരു അതിൽ ചെന്നിട്ടെങ്കിൽ കണ്ടീഷണൽ എത്തിക്കര്. ഇത് അൺകണ്ടീഷണൽ ഇതെത്തിക്കര്. ഏത് സ്വല ഒരു കണ്ടീഷൻ ഇല്ലാമ നിശ്ചർത്ഥമായിട്ടുള്ള ബദനിയായിട്ടുള്ള ഇബാദത്തിൽപ്പെട്ടത് എത്തിക്കര്. അവിടെ പൈസ ചെലവില്ല. പിന്നെ എവിടുത്തോൾ ചെന്നിട്ടെങ്കിൽ ഇബാദത്തില് ഈ ബദനിയായിട്ടുള്ള ഇബാദത്തിൽപ്പെട്ട സ്വല ഒരു സൈഡില് ഒരാള് നിസ്കരിക്കൂ, അവനക്ക് ബുദ്ധിശക്തി ഉണ്ടു, അവനക്ക് ആരോഗ്യമുണ്ട്, ആരോഗ്യത്തിലേക്ക് നിസ്കരിക്കണം. ചില ഏത് നിലക്കും അവനക്ക് ഉപദ്ര ഇല്ലാണ്ട് അവനെന്തായ നിസ്കാര വിട്ടാണ്ടെങ്കിൽ അവൻ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലേ അല്ല. അവന് മില്ലത്തിൽ ഇസ്ലാമിലില്ലവനല്ല. ഇങ്ങനെ ചൊന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ ആരെങ്കിലും നിസ്കരിക്കില്ല, അത് ഇസ്ലാമറും നോൺ മുസ്ലിംസിന്റെ നടുവിലുള്ള വ്യത്യാസം എത്തിക്കുന്നു. ഫമൻ തറകഹ ആരെങ്കിലും നിസ്കാര വിട്ടണ്ടെങ്കിൽ ഫഖദ് കഫറ അവൻ കാഫിറായാണ്, ഇസ്ലാമിനെ പുറത്തു പോയ. അപ്പൊ അവൻ ഇന്നൊരുക്ക തൗബ ചെയ്തിട്ട് എല്ലാ നിസ്കാരത്തോ ഭർത്തിയാക്കിയിട്ട് അതിൽ കണക്ക് കൊണ്ടുണ്ടെങ്കിൽ അവൻ വാപ്പസ് നിസ്കാരം സ്റ്റാർട്ടാക്കിയാൽ മാത്രം മുസ്ലിം ആയിട്ട് നിങ്ങൾ കാണുകൊള്ളുന്നത്. എന്തേ ഫൈഖ്വാനുക്കും ഫിദ്ദീൻ നിങ്ങളെ ദീനില് അങ്ങനെ സഹോദരന്മാരെ എത്തിക്കാൻ. അല്ലാണ്ടെങ്കിൽ അവൻ നിസ്കാർക്ക് എത്തിയാറില്ലെങ്കിൽ ഇസ്ലാമിക് ഗവൺമെന്റിൽ ചിലപ്പോൾ ഗടിവാറാക്കുകൊണ്ട് ഇല്ല ചിലപ്പോൾ കൊല്ലുകൊണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു പദപ്രയോഗം ബലിദാനದ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്നദ് അഹ്മദിലുള്ളതായ ഒരു ഹദീസ് എത്തിക്കും. മൻ വജദ സഅതൻ ഒരുത്തക്ക് അവനക്ക് എല്ലാ നിലക്കുള്ളേ ഇതുണ്ട്, താക്കത്തുണ്ട്. ഫലം യുദഹി അവന് അത് ഉളുഹിയത്ത് കൊടുത്തില്ലെങ്കിൽ ഫലാ യുഖർരിബന്ന മുസല്ലാന ഞങ്ങളെ ഈദ് നിസ്കാരത്തെ ഉള്ളതായ പ്ലേസിക്ക് ഈദ് മുസല്ലക്ക് അവൻ വരണ്ടാണ്ട്. സുബ്ഹാന റബ്ബി ഏത് നിസ്കരിക്കാ തോന്നും മുസ്ലിമീങ്ങളെ കൂട്ടത്തല്ല എന്ന രൂപത്തിലെത്തിക്കും. ഫലാ യുഖർരിബന്ന ചൊന്തലത്. ഇത് ചെറിയൊരു ഈ ഹദീസിൽ ചെറിയൊരു മർഫൂആയ രൂപത്തിൽ ദഈഫ് ഉണ്ട് ചൊല്ലുന്നത്. അതേപോലെ മൗഖൂഫായ രൂപത്തിൽ അത് സ്വഹീഹ് എത്തിക്കരുത്. മൗഖൂഫ് ചെന്നിട്ടെങ്കിൽ അത് സഹാബി തോലെത്തരുത്. അങ്ങനെ തന്നെ അത് സ്വഹീഹ് ബന്ധരുണ്ട് ചൊന്തലത് എത്തിക്കര് അതുമായി ബന്ധപ്പെട്ട് ചൊല്ലത്. ഏതായാലും ആ ഒരു ഹദീസിലെ ഈ ഖുർബാനിലോ എത്ര വലിയ മഹത്വം ഉണ്ട് ചൊന്തലത് എത്തിക്കര്. മാത്രല്ല ഇന്ന സ്വലാത്തി വനുസുക്കി ചൊല്ലുമ്പോ പ്രതിവർത്തം ചെല്ലണം ഉണ്ടാകുമ്പോ പ്രതിവർത്തം ചെല്ലണം. അങ്ങനെ നന്റെ നിസ്കാര നന്റെ നുസുക്കു നന്റെ ആചാര വിചാര ഉംറ ഹജ്ജ് ഖുർബാനി എല്ലാം അള്ളാഹുക്ക് വേണ്ടിയിട്ട് ചൊല്ലുന്നുണ്ടെങ്കിൽ ഖുർബാനിയുടെ താക്കത്തുള്ളവನು അവൻ എന്തിരി ചൊല്ലു ഖുർബാന്റെ താക്കത്ത് കൊടുക്കാത്തവನು അവൻ എന്തിരി ചൊല്ലു ನಾನು ನುಸುಕ್ അതിൽ ಬಂಡಿಲ್ಲಂಟ അല്ല അവൻ ചൊല്ലുള്ളത് ഞാൻ അള്ളാഹ്ക്ക് കൊടുക്കറേണ്ട് എല്ലാ വർഷവും അവൻ കൊടുക്കണം അവന്റെ കയ്യിൽ താക്കത്തുണ്ട് ഉണ്ടായെങ്കിൽ. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കോറും പിന്നെ ഞങ്ങ ഖുർബാനി കൊടുക്കുമ്പോഴത്തേക്കു ആ മിർഗത്തോ ಖುದ್ದು ഞങ്ങ ഹാജറേത്ത് ആ കൊടുക്കരുതെത്തിക്കറ്. ചെമ്മാൽമാര് ഉദുയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായി ഒരു സ്വരം അങ്ങ് ഗൊന്തയില്ല. അങ്ങ് അത് എന്തിനാക്ക പോണില്ല,
ಆದರೆ യാതൊരു പരിവയില്ലാമ ഇറങ്ങിക്கிறார். പെരുന്നാൾ ചൊന്നിട്ടേയും പോലാം, സ്കെച്ച് പോലാം, വന്ന് തുറങ്ങലാം, ഇല്ലും ചുത്തുക്ക് പോലാം, ഇല്ലും ഫുഡ് ആക്കലാം. ഇത് മാത്രമേ. നേരെ മറിച്ചിട്ട് അവൻ ഖുദ്ദു നാനൊരു ഈ ഉദയത്തിൽ ഭാഗവഹിസൊക്കെ ഉള്ളവണ് എത്തിക്கிறாർ ചന്ദ്രത മനസ്സിലാക്കിത്തില്ല. നിസ്വാസലം ഖുദ്ദ് കാട്ടിക്കൊടുത്തു എങ്ങനെ അർക്കണു, എങ്ങനെ അതിരെ കിബ്ലത്ത് അതിരെ ബൽത്തിത്ത് അതിരെ ബലത്തെ കാലത്തായാൽ വെച്ചിട്ട് പിന്നെ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരെ ഇതുണ്ടല്ലോ കീൽ എന്തിനത്തേക്ക് ചൊല്ലു കൽത്തരടിരോ അവിടേക്ക് കാൽ വെച്ചിട്ട് പിന്നെ അർത്ഥത്ത് കാട്ടിത്ത് പിന്നെ ചൊന്തു وجهت وجهي للذي فطر السماوات والارض حنيفا مسلما وما انا من المشركين ചൊന്തു ആയത്ത് ഓതിത്ത് ചൊല്ലു. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊന്തു. അതേപോലെ ആ ആയത്ത് പിന്നെ ചൊന്തു. ആ ആയത്ത് ബിസ്മില്ലാ വല്ലാഹു അക്ബർ, ബിസ്മില്ലാ അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവെ നീ എല്ലാത്തിനും ബലിയോൺ, അല്ലാഹുമ്മ മിൻക ഇത് അള്ളാഹു നിന്നിൽ നിന്ന് നക്ക് കിട്ടിയോ, വലക അതേപോലെ നിക്കൈത്തുള്ളത്. പിന്നെ വഅൻ ഉമ്മതി എന്തോ അൻ മുഹമ്മദിൻ ഇത് മുഹമ്മദിൽ നിന്നും വ ഉമ്മതിഹി മുഹമ്മദ് ഉമ്മത്തിൽ നിന്നും ചൊല്ലുന്നു. ഞങ്ങൾക്ക് ഉമ്മത്ര പേര് ചൊല്ലുകില്ല. ഞങ്ങൾക്ക് എന്താ ചെന്ന് അന്നി വ അൻ ആയിലതി ഇല്ല അൻ ഇഖ്വതി ഇഖ്വചെന്ന് എൻ്റെ ബ്രദേഴ്സ് ബാക്കി ഞങ്ങളെ കൂടറല്ലേ കൂടറുണ്ടാകുമ്പോഴത്തേക്കും അങ്ങനെ വിഷയത്തിൽ ചൊന്നു. അല്ലാഹുമ്മ ബിസ്മില്ലാഹി അല്ലാഹുമ്മ തഖബ്ബൽ മിൻ എന്താ ചൊന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊന്നാൽ പിന്നെ അല്ലാഹുമ്മ മിൻക അല്ലാഹു ഇത് നിന്നിൽ നിന്ന്, വലക നിക്കുലതെത്തിക്കറ്. പിന്നെ അതേപോലെ വ അൻ മുഹമ്മദിൻ ചൊല്ലുമ്പോ ഇപ്പൊ നിന്റെ പേര് ചൊല്ലുമ്പോ വ അൻ ഉമർ പിന്നെ വ ഇഖ്വതിഹി അല്ലെങ്കിൽ വ സുമലാഇഹി അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്തെങ്കിലും ചൊന്നെങ്കിൽ ബെസ്റ്റ് എന്തിരിച്ചു ബായ് കൊണ്ട് ചൊല്ലത് എത്തിക്കറി ചൊല്ലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസ് ഇങ്ങനെ കണ്ടു ബിസ്മില്ലാ അള്ളാഹുവിന്റെ പേര് കൊണ്ടെത്തു അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ് അല്ലാഹു ഇത് മുഹമ്മദിൽ നിന്ന് നീ ഖബൂലാക്കി റബ്ബേ, വ ആലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ നിന്ന് നീ സ്വീകരിച്ചു റബ്ബേ, വ മിൻ ഉമ്മത്തി മുഹമ്മദിൽ നിന്ന് നീ സ്വീകരിച്ചു റബ്ബേ ചന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിತು. മാത്രമേ ഇത് ഞങ്ങൾ എല്ലാ ഉമ്മത്തുക്കുള്ള ആളായിട്ട് ഞങ്ങൾ ആർക്കരല്ല ഞങ്ങളെ കൂടെ ആരല്ല ഷെയറുള്ളവർ അങ്ങനെ പേരിൽ ഇല്ലെങ്കിൽ നന്റെ ഓർത്തര പേരിൽ എന്ന രൂപത്തിലെത്തിക്കറി. ഒരു ക്വസ്റ്റ്യനെ ಬಂದಂತೆ ಏನ್ ಚಂದಂಟೆಂಗಿ ಅಬ್ಬ ಹಯಾತ್ಲಿಕ್ಕಂಬೋತಕ್ಕೂ അർക്കു കൊടുത്തു ഇന്നർവല കുർബാനി കൊടുത്തു ഇന്നറ്. പിന്നെ എന്താ എത്തിച്ചെന്ന് അബ്ബ മരിച്ചത് ഇപ്പ നണ്ടതും കൊടുക്കണു, അബ്ബ മരിച്ച അബ്ബർതും കൊടുക്കണ അല്ല ഉമ്മര പേരിൽ കൊടുക്കണ എന്ന രൂപത്തിൽ. യഥാർത്ഥത്തില് ചിലാൽമാർ വിചാരിച്ചോ ഞങ്ങൾക്ക് താക്കത്തിന്നെങ്കിൽ ഒന്ന് മാത്രമുണ്ട്. അല്ല, നിങ്ങൾക്ക് താക്കത്തുണ്ടാവും ഒന്നര കാണാൻ ഏറെ കൊടുക്കണം. മറിച്ചങ്ങളെ പേരിലില്ല കുർബാനി കൊടുക്കും. നിങ്ങ ഹയാത്തുല്ലങ്ങളെ പേരിൽ ഹയാത്തുല്ലങ്ങൾ നിങ്ങ എത്തിക്കറി ചെലവ് കൊടുക്കരുണ്ടെങ്കിൽ നിങ്ങ കുർബാനി കൊടുക്കരു. ಅದೆಲ್ಲ നിങ്ങൾ ഉമ്മ മന്ത് നിങ്ങൾ ചെലവ് കൊടുക്കற ഉമ്മ മന്ത് നിങ്ങൾ ചെലവ് കൊടുക്കുക നിങ്ങളെ കുടുംബ മന്ത് ഫാമിലി മന്ത് എല്ലാം. അപ്പൊ അങ്ങനെ പേരിൽ നിങ്ങൾ ഇറക്കും. അല്ലമാറ് ഇല്ലണ്ടെ ഉമ്മര കയ്യിൽ കാശുണ്ട് ഉമ്മ എത്തിക്കറ് ಅದಕ್ಕೆ തീരുണ്ടെ ഉമ്മര പേരിൽ ആക്കറ്. ഉമ്മ ഹയാത്തിൽ വേണം. അതേപോലെ ആരെങ്കിലും പെണ്ണിങ് എന്താക്കാറ് അങ്ങ ഈ വിഷയത്തിൽ തലയെടുക്കൊക്കെ പോണ്ടില്ല. അങ്ങനെ കാശുണ്ട് അങ്ങ എന്താക്കില്ല അതിന് പൈസ ചെലവാക്കൊക്കെ പോണ്ടില്ല. അത് മാപ്പിള കൊടുത്ത മീ അവർ ചൊന്ന് വിചാരിക്കാറ് നിങ്ങളെങ്കിൽ കാശുണ്ടു അതുക്കുള്ള താക്കത്തുണ്ടുണ്ടായി നിങ്ങ കൊടുക്കും നിങ്ങളെ പേര്. അതായത് നിങ്ങ സ്വതः പോകയില്ലെങ്കിൽ വേറെങ്ങനെ നിയാവത്ത് കൊടുത്തു അർപ്പാട്ടണു ചൊന്തരതെത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കരുത്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുറേ അർക്ക് കൊടുത്താൽ പിന്നെ നിങ്ങൾ എന്താക്കറ കസായിക്ക് തോൽ കൊടുക്കറ അല്ലെങ്കിൽ കുറെ പാർട്സ് കൊടുക്കറ നീ എട് നിക്കതേ ചെലവ്. യഥാർത്ഥത്തില് അത് കൊടുക്കൂ പാടില്ല. തോൽ കൊടുക്കുന്നത് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണു, വേറെ ആർക്കെങ്കിലും കൊടുക്കണു. ബട്ട് കസായിന്റെ ചെലവ് ഇതിൽ നിന്ന് പോകും തീരാ. ഒരു ഹദീസിൽ ഇങ്ങനെ കാണ്ട് അലി റളിയല്ലാഹു തആല അൻഹു ചൊല്ലു അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്ക് ആദേശിച്ചിട്ട് അൻ അഖൂമ അലാ ബുദ്നി ನಾನು ಎಂದ್ರೆ നന്നൊട്ടിക്ക് ഹുക്കുമാക്കിയത് കുർബാനിരെ ഇതുണ്ടല്ലേ കുർബാനി കൊടുക്കുന്ന ഒണ്ടല്ല ഉണ്ടല്ലേ ആ ഒണ്ടരെ മേൽ നിൽക്കുന്നക്ക് പടിപാട്ടി അർത്ഥം മേൽ നിട്ട് തർക്കും അല്ലെങ്കിൽ അതിരെ നിപ്പാട്ടി തെത്തിക്കറ് ഇല്ലെങ്കിൽ സോറി ഒണ്ടര അർക്കറ് നിപ്പാട്ടി തെത്തിക്കറല്ലേ
അക്കൂമ് ചെന്നെ കൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെ ಅದಕ್ಕೆ ಬೇಂಡಿದ್ದು ನಿಲನಿಕ್ಕೋಗೂ ಬೇಂಡಿದೈತಿರು ಅತ ಸದ್ದಕ ಲಹ್ಮಿಹ ನಾನು ಸದಕ ಕೊಡ್ಕೋಗೂ ಬೇಂಡಿದೈತಿರು ನಕ್ಕ ಬಡಿಪಾಟಿರು ಓ ಜುಲೂದಿಯ ಅದರ തോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ കൊടുക്കും. അതേപോലെ അതിൽ എല്ലാ പാർട്സും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കും. കസായിക്ക് കൊടുക്കണ്ട ചൊന്തന് വിശ്വാസം പഠിപ്പാടി മിൻഹ അതിനെന്ത് കൊടുക്കണ്ട ആർക്കരുതായോ കസായിക്ക് കൊടുക്കുത്തീരാ. അതേപോലെ ഞങ്ങൾ കൊടുക്കറ അയാൾ ചൊന്തു അലി റളിയല്ലാഹു നഹ്നു നുഅ്തീഹി മിൻ ഇൻദിന അതിൽ നിന്നല്ല ഞങ്ങളുടെ തരഫിൽ നിന്ന് ഞങ്ങൾ കൊടുക്കറ ചൊന്തു അലി റളിയല്ലാഹു തആല അൻഹു വേണ്ടിയിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദേശം എടുത്തിട്ട് ഞങ്ങളോട് ചൊല്ലും. അതേപോലെ ഞങ്ങൾ എന്താക്കാം പിന്നെ ദുൽഹിജ്ജ 1 പിന്നെ ഞങ്ങൾ നിയത്താക്കി തിന്നിട്ടെങ്കിൽ ഞങ്ങളെ ഉಗುರಾವಟ್ಟು തടിരെ ബോഡിരോ ഏതെങ്കിലും രോമാവട്ടു ഞങ്ങ എടുക്കോക്കു തീരാ ചൊല്ലത്. സാധാരണ ഞങ്ങൾക്ക് പടിപ്പാട്ടലായത് താടിരെ തൊടക്കു നിസ്വാസലം പടിപാടിയിട്ടില്ല. ആൽമാര് ಅದಕ್ಕೆ ಸೆಟ್ ಹಾಕೋಲ್ಲ ಬರ್ತಾವ್ರಿ ಯಪ್ಪ ಇದು ಅರ್ಥತಾಯಲ್ പിന്നെ അങ്ങ് താടിയെല്ലാം സെറ്റ് ആക്കാൻ ഒപ്ಕೊಂಡಾರು. യഥാർത്ഥത്തിൽ അങ്ങ് അർക്കരക്ക് മുന്നലും അർക്കര പിന്നും ಎಂದ್ರಿಲ್ಲ ತಾಡಿರ ತೊಡ್ರ ವಿಷಯ ಇಲ್ಲ. ಬಾಕಿಂದ ರೋಮಾವಟ್ಟು ಬಾಕಿಂದ ಉಗುರಾವಟ್ಟು ತಡಿರೆ അത് നിങ്ങൾ ഏൽക്കൊകുത്തീരാ ചൊന്തു നിസ്ലാസലം പടിപാട്ടിരു. മൻകാനല ഹുസിബുഹൻ ആർക്കെങ്കിലും അർക്ക കൊണ്ട് ചൊന്തര ഉദ്ദേശം ഉണ്ടെങ്കിൽ അവൻ അവൻ അർക്ക ഉദ്ദേശിക്കാണ്ടെങ്കിൽ ഒന്നാമത്തെ താരീഖ് ഒന്നാമത്തെ ഹിലാൽ ഒന്നാമത്തെ മാത കണ്ടെത്തിണ്ടായെങ്കിൽ അവന്റെ മുടി അവൻ എടുക്കണ്ട. വലാമിൻ അദ്ഫാരിഹി അവന്റെ ഉಗುರು എടുക്കണ്ട. ഹത്താ യുദഹി അവನು ആർക്കരോട് തോലു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇപ്പൊ എടുത്ത് തിന്നിട്ടെങ്കിൽ ഗൊന്തില്ലാണ്ട് എടുത്ത് തിന്നിട്ടെങ്കിൽ എടുക്കരുത്, സ്റ്റോപ്പ് ആക്കറു, ഇനി എടുക്കണ്ട. അപ്പൊ അതോട് കൂടിയിട്ട് ഞങ്ങൾ അതിക്ക് പ്രവേശിക്കറ. ഇനി നീയത്താക്കിയിട്ടില്ല, ദുൽഹിജ്ജ 1ക്ക് മുന്നല്ല നീയത്താക്കിയിട്ടില്ല, പിന്നെ ಎಂಟ್ರಾವ എപ്പ പിന്നെ ಎಂಟ್ರಾವ ദുൽഹിജ്ജ ഒലിമ്പ തോലും അല്ലെങ്കിൽ യൗമു നഹർക്കും ഞങ്ങൾ നീയത്താക്കിയിട്ടുണ്ടെങ്കിൽ അണ്ടും ഞങ്ങൾ എന്താക്ക കൊടുക്കൂ പ്രവേശിക്ക ഉദ്ദേശിക്ക ചൊന്തലതെത്തിക്കറ് ഞങ്ങൾ മനസ്സിലാക്കി. എല്ലാത്രക്കാണ് മുഖ്യം ഞാൻ ചൊന്നത് ഞങ്ങളെ ഇഖ്ലാസ് എത്തിക്കറ്. റബ്ബ് സുബ്ഹാനഹു വതആല നോക്കരുത്, ഞങ്ങളെ ഖൽബ് എത്തിക്കറ് അള്ളാഹു നോക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇഷ്ടപ്പെട്ട അടിമമാരാവൂ. അതേപോലെ അതിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. ഈ നാളുകളിൽ നിങ്ങൾക്ക് എത്ര തീര് അത്ര ഞങ്ങൾ മേനത്താക്കണം. അള്ളാഹു സുബ്ഹാനഹു ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം അമലുണ്ടു അത് ആക്കാണ്ടിക്കൂ. ഞങ്ങൾ എന്താക്കുക, ഓരോരുത്ത പ്രയത്നപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വതആല ಅದಕ್ಕೆ നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അതേപോലെ ഇബാദത്ത് എപ്പം ഞങ്ങൾ ಬೇರೆങ്ങളൊക്കെ ആക്രക്കാണ് സ്വന്ത ആക്കൊണുകൂ, ഇല്ലെങ്കിൽ ಅದಕ್ಕೆ പോയിട്ട് നിക്കൊണുകൂ, അവിടെ സാക്ഷിയാവക്കൂ, ഞങ്ങൾ പോയി തെത്തുകൂ, പ്രയത്നപ്പെടരു. അതുകൊണ്ട് തെറ്റിക്കറ് ആയത്തിക്ക് കടത്തി കൊടുക്കറ ആൽമാര് യാർത്തില് ഇതിൽ നിന്നെല്ലാം നഷ്ടപ്പെടరు. ಅಂಕ ಅದ್ರ ತಿನ್ನೋಗುಲ್ಲದಾಯೋ ಅವರು ಇದು ಇಲ್ಲ. ಪೆರ್ನಾಲ್ പോകുമ്പോഴത്തേക്കു ಖಾಲಿ ಬೈತಲ್ പോയിട്ട് റിട്ടേൺ വന്ന് ഫുഡ് ആക്കോക്കുല്ലതായോ ആ ഒരു സിറ്റുവേഷൻ അല്ലിക്കറ്. അതുകൂടെ അങ്ക് നഷ്ടപ്പെടరు. ഫുഡ് ആക്കിയിട്ട് അതിനെ ആ കുർബാനിൽ നിന്നേ തിന്നുകൊല്ലത് അങ്ക് നഷ്ടപ്പെടరు. അങ്ങ് ഇഷ്ടപ്പെട്ട ആൾമാർക്കും പോയിട്ട് കൊടുക്കുകൊല്ലത് നഷ്ടപ്പെടరు. മാത്രമല്ല പിന്നെ ഇതല്ല അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമുള്ളതായി ഒരു സ്വറ നിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവൂ എന്നുള്ളത് അങ്ക് അത് ആ ഒരു ഷുഊർ അത് അങ്ക് നഷ്ടപ്പെടరు. അതുകൊണ്ട് തെറ്റിക്കറ് റബ്ബ് സുബ്ഹാനഹു വതആല ഞങ്ങളോ அதுக்கு വേണ്ടിയിട്ട് നിശ്ചയിച്ചങ്ങണങ്ങ അള്ളാഹുറെ ഇബാദത്തിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടങ്ങ എന്തിനാക്കിക്കൊണ്ടുള്ളങ്ങ ഞാൻ എന്തിക്ക് വേണ്ടി തുല്യ ചൊന്തലത് മനുഷ്യന്മാർക്ക് ഗൊന്തേ ഇല്ല. ഞാൻ ഏതിക്ക് വേണ്ടി തുല്യ തുല്ലുന്നു. ഏതായാലും റബ്ബർ തൗഫീഖ് അതിലിക്കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു അടിമയത്ത് നിങ്ങൾക്ക് ചെയ്യിക്കൂ. അള്ളാഹു സഹായിക്കട്ടെ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ നിന്നും കബൂലാക്കട്ടെ. അതേപോലെ ഞങ്ങൾ ദുആർന്നുകൊണ്ടിരിക്കുക. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ചൊല്ലുന്ന ദുആ ഞങ്ങളെ ദുആത്തിൽ എപ്പോൾ ഉൾപ്പെടുത്തുക. അല്ലാഹു കബൂലാക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله